ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം സമാപിച്ചു. നീണ്ട 58 ദിവസങ്ങൾ പിന്നിട്ടാണ് വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ജില്ലയിലെ പര്യടനം സമാപിച്ചത്. നവംബർ 27-ന് രാജ്യസഭാ മുൻ MP സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ യാത്ര 73 ഗ്രാമീണ മേഖലകളിലും 46 നഗരപ്രദേശങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയ ശേഷമാണ് സമാപിച്ചത്. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലായിരുന്നു പര്യടനങ്ങൾ. ഓരോ സ്ഥലത്തെ പര്യടനത്തിലും മികച്ച ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, കേന്ദ്ര സഹമന്ത്രിമാരായ V മുരളീധരൻ, ശോഭ കരന്തലജെ, ഭാരതി പ്രവീൺ പവാർ, വിവിധ MPമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ജില്ലയിലെ വിവിധ പര്യടനങ്ങളിൽ പങ്കെടുത്തിരുന്നു. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൗജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൗജന്യ രക്തപരിശോധനാ ക്യാമ്പ്, ഹെൽത്ത് കാർഡ് വിതരണം, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിൽ ഈ മാസം 15-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. 25 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന സയൻസ് ഫെസ്റ്റിവൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും അമ്യൂസിയം ആർട്ട് സയൻസും ചേർന്നാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. മ്യൂസിയം ഓഫ് മൂൺ ആൻഡ് മാർസ് ഉൾപ്പെടെയുള്ള ക്യൂറേറ്റഡ് സയൻസ് പ്രദർശനങ്ങൾ, രാത്രികാല വാനനിരീക്ഷണം, വിദ്യാർത്ഥികൾക്കുള്ള സയൻസ് കോൺഗ്രസ്, നാസയിലെ ഉൾപ്പെടെ ലോകപ്രശസ്തരായ ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്ന സെമിനാറുകൾ, പ്രഭാഷണങ്ങൾ, ഫുഡ് ഫെസ്റ്റിവൽ, കലാസാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ സയൻസ് ഫെസ്റ്റിവലിൽ അരങ്ങേറുന്നുണ്ട്. അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ സഹകരിക്കുന്ന ഫെസ്റ്റിവലിൽ ഇന്ത്യയിലെ 5 IIT-കളിലെ മേധാവികൾ പങ്കെടുക്കുന്ന കോൺക്ലേവും ഉണ്ട് എന്നതാണ് പ്രത്യേകത. 10 കോടിയോളം രൂപ ചെലവിൽ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി മുതൽ ആധുനിക കാലഘട്ടം വരെ അടയാളപ്പെടുത്തുന്നു. പ്രഥമ രാജ്യാന്തര കായിക ഉച്ചകോടി തിരുവനന്തപുരത്ത് നടന്നു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ മാസം 23 മുതൽ 26 വരെ നടന്ന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. 13 വിഷയങ്ങളിലായി 105 കോൺഫറൻസുകൾ, സെമിനാറുകൾ, സ്പോർട്സ് എക്സ്പോ, ഫുഡ് ഫെസ്റ്റിവൽ, ചലച്ചിത്രമേള തുടങ്ങിയവയും ഉച്ചകോടിയിൽ നടന്നു. IM വിജയൻ, ബൈച്ചുങ് ബൂട്ടിയ, സഞ്ജു സാംസൺ ഉൾപ്പെടെ നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. 20 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. കായിക മേഖലയിൽ സമാനതകളില്ലാത്ത ആഗോള പങ്കാളിത്തവും നിക്ഷേപവും ലക്ഷ്യമിട്ടാണ് കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത്. മത്സ്യസമ്പദ് വർധനവിലൂടെ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇരട്ടിയാക്കുകയെന്ന ലക്ഷ്യത്തോടെ കടലിൽ കൃത്രിമ പാരകൾ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പർഷോത്തൻ റൂബാല വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. വിഴിഞ്ഞം ഹാർബറിലെ നോർത്ത് വാർഫിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൃത്രിമ പാരകൾ നിക്ഷേപിക്കുന്ന പ്രവൃത്തികൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ജീവിത സാഹചര്യവും ഉപജീവന മാർഗവും മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. ഈ മാസം 13, 14 തീയതികളിൽ നടന്ന സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയിൽ പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ 118 പോയിന്റോടെ ഓവറോൾ കിരീടം ചൂടി. 64 പോയിന്റോടെ തിരുവനന്തപുരം കുളത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 2ാം സ്ഥാനവും 62 പോയിന്റോടെ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ 3ാം സ്ഥാനവും സ്വന്തമാക്കി. സംസ്ഥാനത്തെ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. പാപ്പനംകോട് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നൈപുണ്യ കേന്ദ്രം ആരംഭിച്ചത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.